അടുത്തത് ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജി സംബന്ധിച്ച് പഠിക്കുമ്പം നിങ്ങൾ ഇതിന് മുമ്പ് മനസ്സിലാക്കേണ്ട രണ്ട് സയൻസിലെ കാര്യങ്ങളുണ്ട്. അതായത് ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് റിയാക്ഷൻസിലൂടെയാണ് ന്യൂക്ലിയർ എനർജി നമുക്ക് അവൈലബിൾ ആവുന്നത്. അതിലൊന്ന് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞ റിയാക്ഷനാണ്, രണ്ടാമത്തെ ന്യൂക്ലിയർ ഫ്യൂഷൻ. അതിൽ സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന ന്യൂക്ലിയർ പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സാണ്. അതായത് രണ്ട് ന്യൂക്ലിയസുകളെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും, എന്താണ് ഈ ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് ഒരു ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിനുള്ളിലെ സെൻട്രൽ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ആറ്റത്തിനുള്ളിലെ 99% ഓഫ് മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തിനുള്ളിലെ സ്പേസിനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെയുണ്ട്? സബറ്റോമിക് പാർട്ടിക്കിൾസായ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിനുള്ളിലുള്ളത്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ഓർബിറ്റ്സിൽ. ഇനി നമ്മൾ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും പറഞ്ഞു. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുമാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ന്യൂക്ലിയസുകളെ ഫ്യൂസ് ചെയ്യുക, ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളിൽ നടക്കുന്നത് ഈ ന്യൂക്ലിയസിനെ ഫ്യൂസ് ചെയ്യാണ്. രണ്ട് ന്യൂക്ലിയസുകളെ ഫ്യൂസ് ചെയ്ത് മറ്റൊരു ന്യൂക്ലിയസായി മാറുന്നു. ഉദാഹരണത്തിന് സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങൾ നടക്കുന്നത് രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകളെ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലും ന്യൂക്ലിയർ റിയാക്ടറുകളിലും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യമാണ്, എന്താണ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ്? എങ്ങനെയാണ് ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് നടക്കുന്നത്? ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുക. ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വാക്കത്തെടുത്ത് വെട്ടിപ്പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല, വളരെ ചെറുതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുക? ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ന്യൂട്രോൺ ഉപയോഗിച്ച് അതിനെ ബോംബാർഡ് ചെയ്തിട്ടാണ്. ന്യൂട്രോൺ ബോംബാർഡ്മെൻറ്റ്, അതായത് ഒരു ന്യൂട്രോണിനെ ന്യൂട്രോൺ ഗണ്ണിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ആ ന്യൂട്രോൺ പോയിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിൽ ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ ന്യൂക്ലിയസ് എന്താവുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ്. അങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലും ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ എനർജി കിട്ടുന്നത്. ഓക്കെ. അപ്പം ന്യൂക്ലിയർ പവർ പ്ലാന്റുമുണ്ട്, റിയാക്ടറുമുണ്ട്. എന്താണ് ഇത് നമ്മളെ വ്യത്യാസം? ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ന്യൂക്ലിയസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന എനർജി ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെയാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. എന്നാൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുമ്പം ഇത്തരത്തിൽ കിട്ടുന്ന ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന മറ്റുള്ള പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു? ചില സൈനിക ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതിനാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റും റിയാക്ടേഴ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നേരെ, സോ ന്യൂക്ലിയർ പവർ ഈസ് ദ 5th largest source of electricity in India. So you please note down this statistics. Nuclear power is the 5th largest source of electricity in India after coal, gas, hydroelectricity and wind power. As of November 2020, India has 22 nuclear reactors in operation in 8 nuclear power plants with the total installed capacity of 7,380 megawatt. Okay, അപ്പം ഇത് ഈ ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് വെരിഫൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഓക്കെ. സോ ദിസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ റിഗാർഡിംഗ് ഇന്ത്യസ് ന്യൂക്ലിയർ കപ്പാസിറ്റി. ഓക്കെ. സോ മൂവിങ് ഓൺ. ഇനി ഇന്ത്യയുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ റീസെൻ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ളൊരു ഡെവലപ്മെൻ്റാണ് ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. അപ്പോൾ എന്താണ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്നും എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഡിവൈസ് ചെയ്തത് എന്നും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയുടെ ഒരു വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത് 1950s-ലാണ്. 1950-കളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അദ്ദേഹത്തിൻ്റെ പേര് ഹോമി ജഹാംഗീർ ബാബ എന്നാണ്. 1950s-ലാണ് ഹോമി ജഹാംഗീർ ബാബ. ഓൾമോസ്റ്റ് 50-55 കാലഘട്ടത്തിലാണ് ഹോമി ജഹാംഗീർ ബാബയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്? അതായത് നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷൻ നടത്തി ഈ പവർ പ്ലാന്റിലും റിയാക്ടറിലൊക്കെ എനർജി റിലീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക്
ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ഷന് കേപ്പബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണം. സാധാരണഗതിയിൽ യുറേനിയമാണ് ഇത്തരത്തിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു. യുറേനിയം. ഓക്കെ, യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ യുറേനിയം 1950s സമയത്ത്, അതായത് 1950കളിൽ ഇന്ത്യയിൽ യുറേനിയം റിസർവ് വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എസ്കേവേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ യുറേനിയം എന്ത് ചെയ്യായിരുന്നു? ഇപ്പോഴും മറ്റ് രാജ്യങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോകത്തിന് നോക്കുകയാണെങ്കിൽ അന്ന് ഒരുപാട് രാജ്യങ്ങളൊന്നും യുറേനിയം റിസർവ് ആ കാലഘട്ടങ്ങളിൽ കണ്ടെത്തിയിരുന്നില്ല. യുറേനിയം റിസർവ് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ അന്ന് കണ്ടെത്തിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ഇത്തരത്തിൽ ന്യൂക്ലിയർ എനർജി ഹാർനസ് ചെയ്യുന്നതിന് ചില ഡിഫിക്കൽട്ടീസ് ആണ് നേരിട്ടിരുന്നു. അതിനെ തുടർന്നാണ് നമ്മൾ തോറിയം ഉപയോഗിച്ചിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ഡിവൈസ് ചെയ്തത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നമ്മൾ യുറേനിയം അല്ല, അതിന് പകരം തോറിയമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തോറിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, എന്നാൽ പിന്നെ തോറിയം എടുത്തങ്ങ് നേരെ ഉപയോഗിച്ചാൽ പോരെയെന്ന്. അവിടെയാണ് പ്രശ്നമുള്ളത്. ഈ തോറിയം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മോണസൈറ്റ്, എലിമനൈറ്റ് പോലെയുള്ള മെറ്റീരിയലൊക്കെ കൂടുതൽ കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. അപ്പം ഈ തോറിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തോറിയം നേരിട്ട് നമുക്ക് ഫിഷൻ പ്രോസസ്സിന് വിധേയമാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന മെറ്റീരിയലിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രത്യേകം നോട്ട് ചെയ്യണം, ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിന് വിധേയമാകുന്ന മെറ്റീരിയലിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഫിസൈൽ മെറ്റീരിയൽ, രണ്ടാമത്തേത് ഫെർട്ടൈൽ മെറ്റീരിയൽ. ഓക്കെ, ന്യൂക്ലിയർ ഫിസൈൽ മെറ്റീരിയലും ന്യൂക്ലിയർ ഫെർട്ടൈൽ മെറ്റീരിയലും. അപ്പോൾ ഈ ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് ന്യൂക്ലിയർ റിയാക്ഷന് വിധേയമാകാൻ പറ്റുന്ന, അതായത് ന്യൂട്രോൺസ് എന്ന് ഇടിച്ചാൽ അപ്പം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എനർജി തരുന്ന തരത്തിലുള്ള മെറ്റീരിയൽസാണ് ന്യൂക്ലിയർ ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്നാൽ ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലോ, ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ന്യൂട്രോൺ ബൊമ്പാർഡ്മെൻറ്റ് ചെയ്താൽ നമുക്ക് പുതിയ മെറ്റീരിയൽ കിട്ടില്ല. പകരം ചില പ്രോസസ്സിലൂടെ ഇതിനെ കടത്തിവിട്ട് നമുക്കിതിനെ ഫിസൈൽ മെറ്റീരിയലാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അത്തരത്തിൽ മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറയാം. അപ്പം യുറേനിയം ഒരു ഫിസൈൽ മെറ്റീരിയലാണ്, പക്ഷേ തോറിയം എന്താണ്? ഒരു ഫെർട്ടൈൽ മെറ്റീരിയൽ. അപ്പോൾ തോറിയത്തെ നമുക്ക് ചില പ്രോസസ്സിലൂടെ ഫിസൈലായിട്ടുള്ള മെറ്റീരിയലാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിലേക്ക് പോയത്? നമ്മുടെ ലോ യുറേനിയം റിസർവ് ആണ് എൻ്റെ റീസൺ. ബിക്കോസ് ഓഫ് ഇന്ത്യാസ് ലോ യുറേനിയം റിസർവ്, ഇന്ത്യ ആക്ച്വലി ഡിപ്പെൻഡഡ് ഓൺ ദിസ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഇനി അത് കൂടാണ്ട് വി ഹാവ് അബണ്ടൻറ്റ് തോറിയം റിസർവ്. നമുക്ക് അബണ്ടൻ്റ് ആയിട്ട് ഇവിടെ തോറിയത്തിൻ്റെ റിസർവ് ഉണ്ട്. ഓക്കെ, നമുക്ക് അബണ്ടൻ്റ് ആയിട്ടുള്ള തോറിയം റിസർവ് ഉണ്ട്. അപ്പോൾ യുറേനിയം ഷോർട്ടേജ് ആണ്, തോറിയം റിസർവ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ തോറിയത്തെ യൂട്ടിലൈസ് ചെയ്തുകൂടാം? ഓക്കെ, സ്വാഭാവികമായുള്ള ചോദ്യമാണ്. അതിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം കിട്ടുന്നത്. ഓക്കെ, 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം കിട്ടുന്നത്. സോ thorium itself is not a fissile material and thus cannot undergo fission process to produce energy. So this is just a fertile material. Okay, so അതുകൊണ്ടാണ് നമ്മൾ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിന് 3 പാർട്ടാണുള്ളത്. 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് നമ്മൾ നാച്ചുറൽ യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ യുറേനിയം ഉപയോഗിക്കുന്നു. ഇതിനകത്ത് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഹെവി വാട്ടറാണ്, കൂളൻ്റ് ആയിട്ട് ഹെവി വാട്ടർ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് പ്ലൂട്ടോണിയം കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ ആക്ച്വലി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഈസ് നോൺ ആസ് ഫാസ്റ്റ് ബ്രീഡർ സ്റ്റേജ്. അതിനകത്ത് മോഡറേറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, കൂളൻ്റ് ആയിട്ട് നമ്മൾ സോഡിയം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് യുറേനിയം 233 കിട്ടുന്നുണ്ട്. ഈ യുറേനിയം 233 ബേസിക്കലി എവിടെ നിന്നാണ് വന്നത്? നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത തോറിയമാണ് പിന്നീട് പ്ലൂട്ടോണിയമായിട്ടും പിന്നീട് യുറേനിയം 233 ആയിട്ടും മാറുന്നത്. ഈ യുറേനിയം 233 പ്രത്യേകത എന്ന് പറയുന്നത്, യുറേനിയം 233 എന്താണ്? ഒരു ഫിസൈൽ മെറ്റീരിയലാണ്. അപ്പം 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിലെ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന യുറേനിയം 233 എന്താണ്?
അത് ഫിസൈൽ മെറ്റീരിയലാണ്. തോറിയം എന്തായിരുന്നു? ഒരു ഫെർട്ടൈൽ മെറ്റീരിയലായിരുന്നു. തോറിയം ഫെർട്ടൈൽ മെറ്റീരിയലായിരുന്നു. യുറേനിയം 233 ഫിസൈൽ മെറ്റീരിയലാണ്. അങ്ങനെ നമുക്ക് അൾട്ടിമേറ്റ്ലി തേർഡ് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന തോറിയം ഇട്ടോടെ നമുക്ക് യുറേനിയം 233 കിട്ടും. ആ യുറേനിയം 233 ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ആരുടെ നേതൃത്വത്തിലാണ്? ഇന്ത്യയുടെ അറ്റോമിക് എനർജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജഹാംഗീർ ബാബ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ തോറിയം ആണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത്. യുറേനിയത്തിന് പകരം തോറിയത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിലേക്ക് പോയത്? നമുക്ക് യുറേനിയത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, തോറിയം അബണ്ടൻ്റ് ആയിട്ട് നമ്മുടെ സമുദ്രതീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ തോറിയം ഉപയോഗിച്ച് നമുക്ക് ഒരു എനർജി പ്രൊഡക്ഷൻ നടത്തിക്കൂടാ? ഈ ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിലാണ് ബേസിക്കലി 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, സോ യു ക്യാൻ പ്ലീസ് നോട്ട് ഡൗൺ ദീസ് പോയിന്റ്സ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത്തരത്തിലുള്ള പ്രോഗ്രാം ആക്ച്വലി ലോകത്ത് നമുക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ഒരു രാജ്യത്തിനും ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറയുന്ന രീതിയിലുള്ള പ്രോഗ്രാം ഇല്ല. ഓക്കെ, ഓൺലി ഇന്ത്യ ഹാസ് ഗോട്ട് ദിസ് കൈൻഡ് ഓഫ് എ പ്രോഗ്രാം. വേറൊരു രാജ്യം ഡിവൈസ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ചോദ്യം, ഇതിൻ്റെ ഏത് സ്റ്റേജിലാണ് അറ്റ് പ്രസൻറ്റ് ഇന്ത്യ നിൽക്കുന്നത്? ഇന്ത്യ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൽപ്പാക്കത്താണ്, തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് ഇതിൻ്റെ ബ്രീഡർ റിയാക്ടർ സ്റ്റാർട്ട് ചെയ്തു, വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഉണ്ടായിരുന്നു. സോ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഡിഗ്രിയിലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ത്യ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ താമസിയാതെ തേർഡ് സ്റ്റേജിലേക്ക് പോകാം. ഇന്ത്യ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം അത് ഫൈനലൈസ് ചെയ്യും, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫങ്ഷൻ ആകും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 2070 ഓക്കെ, സോ ദിസ് ഇസ് എ പ്രോഗ്രാം വിച്ച് ഹാസ് എ ഡ്യൂറേഷൻ ഓഫ് മോർ ദാൻ 100 years. ഓക്കെ, അപ്പം 1955 സ്റ്റാർട്ട് ചെയ്തു, 2070 കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷണൽ ആകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന, മോർ ദാൻ 100 years എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലോങ് പ്രോസസ്സ് ഇൻവോൾവ് ആയിട്ടുള്ള, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ മെക്കാനിക്കലി ആൻഡ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഇന്ത്യ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം കടന്നു പോകുന്നത്. ഓക്കെ, സോ യു ക്യാൻ പ്ലീസ് നോട്ട് ഡൗൺ ദിസ് ഓൾസോ. ഓക്കെ.